അയൺമാൻ എന്ന സയൻറ്റിഫിക് ആക്ഷൻ മൂവി കണ്ടിരിക്കുമല്ലോ. അതിലെ അയൺമാനായി അഭിനയിച്ച കഥാപാത്രം ധരിക്കുന്ന വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ആംഡ് സ്യൂട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ സ്യൂട്ടാണ്. നിരവധി ആയുധങ്ങൾ ഒളിപ്പിച്ച സ്യൂട്ടിനാൽ അയൺമാൻ ശത്രുക്കളെ നിഷ്പ്രഭരാക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു സ്യൂട്ട് സൈന്യത്തിനും ഉണ്ടായിരിക്കുമെന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളും ചിന്തിച്ചു കാണും. ആ ചിന്ത പ്രാവർത്തികമാക്കുന്നതിൽ അമേരിക്കൻ പ്രതിരോധ ഗവേഷണ കേന്ദ്രം വിജയം കണ്ടിരിക്കുകയാണ്. അയൺമാൻ സ്യൂട്ട് എന്ന പേരിൽ ഒരു ലൈറ്റ് ഓപ്പറേറ്റർ സ്യൂട്ട് പെൻറ്റഗൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. യുദ്ധമേഖലയിൽ സൈനികർക്ക് ഉപയോഗിക്കുന്ന റോബോട്ടിക് എക്സോസ്കെൽറ്റൻ സ്യൂട്ടാണിത്. ഈ ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ടിന് പറക്കുന്നതൊഴികെ അയൺമാൻ സിനിമയിലെ സ്യൂട്ടിന് സമാനമായ എല്ലാ സാങ്കേതിക തികവും അവകാശപ്പെടുന്നു. സ്യൂട്ടിൻ്റെ നിരവധി പ്രോടൈപ്പുകൾ ഇപ്പോൾ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിലേക്കുള്ള ലിക്വിഡ് മെറ്റൽ കോമ്പാക്ട് സ്യൂട്ടിൻ്റെ പ്രോടൈപ്പിൻ്റെ വികസനത്തിലാണ് സൈനിക പരീക്ഷണശാല എന്നാണ് റിപ്പോർട്ട്. പ്രെഡേറ്റർ എന്ന സയൻറ്റിഫിക് ആക്ഷൻ മൂവി കണ്ടിരിക്കുമല്ലോ. അതിനൂതന ആയുധങ്ങളുമായി മനുഷ്യരെ വേട്ടയാടുന്ന അന്യഗ്രഹ ഭീകരജീവിയുടെ ഈ ചിത്രത്തിൻ്റെ നിരവധി പതിപ്പുകൾ ജനസമ്മതി നേടിയിട്ടുണ്ട്. പ്രകൃതിയിലേക്ക് ലയിച്ച് ശത്രുക്കളുടെ ദൃഷ്ടിയിൽ നിന്നും മറയുന്ന അത്ഭുത വിദ്യയാണ് അന്യഗ്രഹ ജീവിക്കുള്ളത്. ജീവി സഞ്ചരിക്കുമ്പോൾ കാട് തന്നെ ചലിക്കുന്നതായി അനുഭവപ്പെടും. ക്വാണ്ടം സ്റ്റെൽത്ത് എന്ന അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ ഈ കഴിവ് സൈന്യത്തിന് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിൽ US പ്രതിരോധ ഗവേഷണ കേന്ദ്രം വിജയത്തിലേക്ക് എടുക്കുന്നുവെന്നാണ് ഇപ്പോൾ സൂചന കിട്ടുന്നത്. ക്വാണ്ടം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന സൈനികർക്ക് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ നുഴഞ്ഞു കയറുവാനും ആക്രമണശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ മടങ്ങുവാനും കഴിയുമെന്നതാണ് ഈ വസ്ത്രത്തിൻ്റെ മേന്മ. പ്രക്ഷോഭങ്ങളോ ആൾക്കൂട്ട സംഘടനകളോ ഉണ്ടായാൽ ജനങ്ങളെ പിരിച്ചുവിടുവാൻ സാധാരണ കണ്ണീർ വാതകങ്ങളോ റബ്ബർ ബുള്ളറ്റുകളോ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അല്പം കൂടി കടുത്ത രീതിയിൽ ലാത്തിച്ചാർജ് എന്ന പ്രാകൃത രീതി വ്യാപകമായി ഉപയോഗിക്കുന്നു. എന്നാൽ അമേരിക്കൻ പോലീസിനും സൈന്യത്തിനും വേണ്ടി അതിനൂതനമായ ആക്റ്റീവ് ഡിനൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സൈനിക ഉദ്യോഗസ്ഥർ ഗുഡ് ബൈ എഫക്റ്റ് എന്നും ശാസ്ത്രജ്ഞർ ഹീറ്റ് റേ എന്നും വിളിക്കുന്ന ഈ ക്രേസി വെപ്പണിന് ഒരു വ്യക്തിയുടെ ചർമ്മത്തിലെ ജലതന്മാത്രകളെ 500 യാർഡ് അകലെ നിന്നും 130 ഡിഗ്രി വരെ ചൂടാക്കാൻ കഴിയും. ഒരു പ്രത്യേകതര ഇലക്ട്രോ മാഗ്നറ്റിക് റേ സൃഷ്ടിച്ച് ആളുകളുടെ ചർമ്മത്തിൽ തീ പിടിക്കുന്ന ഒരു സംവേദന അനുഭവം സൃഷ്ടിക്കാൻ ഈ ആക്റ്റീവ് ഡിനൈൽ സിസ്റ്റത്തിന് കഴിയും. പൊള്ളുന്ന വേദനയ്ക്കപ്പുറം ചർമ്മത്തിൽ മറ്റു പരുക്കൾ സൃഷ്ടിക്കാതെ ലഹളക്കാരെ പിരിച്ചുവിടുവാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പോലീസുകാരിൽ നിന്നും തട്ടിയെടുക്കുന്ന തോക്കുകൾ ഉപയോഗിച്ചും സൈനിക വാഹനങ്ങളിൽ നിന്നും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കവർന്നെടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചും വ്യാപകമായ ആക്രമണം നടത്തുകയെന്നാണ് പുതിയ രീതി. ആയുധ ശേഖരണത്തിലും അവ സൂക്ഷിക്കുന്നതിലുമുള്ള സാമ്പത്തിക സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനാണ് ഭീകരർ ഈ രീതി അവലംബിക്കുന്നത്. മോഷ്ടിച്ച ആയുധങ്ങൾക്കുള്ള മറ്റൊരു മേന്മ എന്നത് തെളിവുകൾ വെച്ച് ആയുധം എവിടെ നിന്ന് എങ്ങനെ എത്തിയെന്ന് ട്രേസ് ചെയ്ത് ഭീകര ഗ്യാങ്ങിനെ പിടികൂടുവാനുള്ള സാധ്യത അവശേഷിപ്പിക്കുന്നില്ല എന്നതാണ്. അമേരിക്കൻ സൈനിക ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ആർമാറ്റിക് ഡിജിറ്റൽ റിവോൾവർ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി കണക്കാക്കപ്പെടുന്നു. ഡിജിറ്റൽ സേഫ്റ്റി സിസ്റ്റമുള്ള ഈ റിവോൾവർ പ്രവർത്തിപ്പിക്കുവാനായി ഒരു പ്രത്യേകതരം റിസ്റ്റ് വാച്ച് ഉപയോഗിക്കുന്നയാൾ ധരിക്കണം. ഈ വാച്ചിൽ നിന്ന് അൺലോക്ക് സിഗ്നൽ തോക്കിലേക്ക് എത്തിയാൽ മാത്രമേ ഇത് പ്രവർത്തനക്ഷമമാകൂ. അപ്പോൾ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം ആളുകളിൽ നിന്നും തട്ടിയെടുക്കുന്ന റിവോൾവർ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഈ റിവോൾവർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്ന ചോദ്യം ഉയരാം. സാധിക്കില്ല എന്നതാണ് ഉത്തരം. കാരണം തോക്കുടമ കയ്യിൽ കിട്ടിയ റെസ്റ്റ് വാച്ച് അൺലോക്ക് ചെയ്താൽ മാത്രമേ റിവോൾവറിലേക്ക് സിഗ്നൽ പുറപ്പെടുവിക്കൂ. അപ്പോൾ മരണപ്പെട്ട ഒരാളുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് വാച്ച് അൺലോക്ക് ചെയ്യാമല്ലോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ വിരൽ ഉപയോഗിച്ച് ഫിംഗർ പ്രിൻ്റ് സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ചുരുക്കം പറഞ്ഞാൽ ആയുധത്തിൻ്റെ ഉടമയ്ക്കല്ലാതെ മറ്റാർക്കും അയാളുടെ ആയുധം ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ മേന്മ. വരും കാലങ്ങളിൽ ആയുധ സുരക്ഷയ്ക്കുള്ള മികച്ച സാങ്കേതിക വിദ്യയായി ഡിജിറ്റൽ പിസ്റ്റൾ സംവിധാനം മാറുമെന്ന് ഉറപ്പിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ്റലിജൻറ്റ് ഒപ്റ്റിക്കൽ സിസ്റ്റംസ് എന്ന കമ്പനിയുമായി ചേർന്ന് തലകറക്കം, തലവേദന, ഛർദി എന്നിവ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു LED ഇൻകപ്പാസിറ്റേറ്റർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വൊമിറ്റ് ഗൺ എന്ന ആയുധമായി ഇത് ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യയെ പ്രയോഗിച്ചാൽ അതേൽക്കുന്ന ആളിൻ്റെ കേൾവിശക്തിയെയും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെയും താൽക്കാലികമായി തകരാറിലാക്കുവാൻ കഴിയും. വൊമിറ്റ് ഗൺ പുറപ്പെടുവിക്കുന്ന പ്രത്യേക റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് ഇത് സാധിക്കുന്നത്. മൈനോറിറ്റി റിപ്പോർട്ട് എന്ന മൂവിയിൽ പോലീസുകാർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആയുധം നിർമ്മിച്ചതെന്ന് പറയുന്നു. ഈ മൂവിയിൽ പോലീസുകാർ തങ്ങളുടെ പക്കലുള്ള വടിയാൽ സ്പർശിക്കുന്ന ആളുകൾ തൽക്ഷണം ഛർദ്ദിച്ച് അവശരാകുന്നതായി കാണാം.
തീവ്രത കുറഞ്ഞ കീഴടക്കൽ മാർഗമായി പോലീസുകാർക്കും സൈനികർക്കും വൊമിറ്റ് ഗൺ എന്ന ഈ ആയുധം ഉപയോഗിക്കാം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുതിപ്പിൽ നൂതന സംവിധാനങ്ങളാൽ ലോകത്തൊന്നാമതാകാനാണ് സൈനിക സാമ്പത്തിക ശക്തികൾ ശ്രമിക്കുന്നത്. ഇന്നു നാം സയൻസ് ഫിക്ഷൻ ചിത്രങ്ങളിൽ കാണുന്ന പല ആയുധങ്ങളും നാളെ നമുക്ക് നേരിൽ കാണുവാൻ കഴിയും. പ്രതിരോധത്തിനും മാനവ പുരോഗതിക്കുമപ്പുറം ഇവ ഭീകരവാദികളുടെ കൈകളിൽ എത്തിപ്പെട്ടാൽ എന്താവുമെന്നാണ് ശാസ്ത്രലോകം ആദ്യം ചിന്തിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് രേഖപ്പെടുത്താൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.